ഇനി കോൺക്രീറ്റ് നൗൺ എന്താണ്? കോൺക്രീറ്റ് നൗണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അബ്സ്ട്രാക്ട് നൗണും ഉണ്ട് കോൺക്രീറ്റ് നൗണും ഉണ്ട്. കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ അത് എന്ത് നൗണിനെ കുറിച്ചായിരിക്കും പറയണേ? അത് the noun that is a concrete noun that is the word that used for things or a person that can be touched or seen. കാണാനോ അല്ലെങ്കിൽ നമുക്ക് തൊടാനോ സാധിക്കുന്നതാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. ആ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു ബോയിനെ നമുക്ക് കാണാൻ പറ്റും, ഗേളിനെ നമുക്ക് കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ടേബിളിനെ നമുക്ക് കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. ഫ്ലവറിനെ കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. വോൾ ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ബെഡ്ഷീറ്റ് എന്താ ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പില്ലോ എന്ന് പറയുന്നത് എന്താണ്? ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇയർഫോൺ എന്താണ്? കാണാൻ പറ്റും, അത് തൊടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ളതാണ് കോൺക്രീറ്റ് നൗൺ. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗൺ എന്നതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, അബ്സ്ട്രാക്ട് നൗണും കോൺക്രീറ്റ് നൗണും. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിനെയോ ഒരു തിങ്ങിനെയോ പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ പേരാകാം, ഒരു പ്ലേസ് ആകാം, അത് പ്ലേസ് എന്ന് പറയുമ്പോൾ ഏത് പ്ലേസ് വേണമെങ്കിലും ആകാം. അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ കോൺക്രീറ്റ് നൗൺ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളിത് വീണ്ടും കാണുക.